അമ്മായിച്ചന്മാരോട് അറിയാതെ ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ തോന്നിപ്പോകുന്നതിൽ മരുമക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ വീട്ടിൽ നടക്കുന്നത് വളരെ വിചിത്രമായ സംഭവമാണ്. നമുക്ക് മഞ്ജുവിൻ്റെ മേലേക്കൊന്ന് കടക്കാം. മാഡം, എൻ്റെ പേര് മഞ്ജു, 27 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. എൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ്. അദ്ദേഹം 3 മാസം കൂടിയിരിക്കുമ്പോഴാണ് ലീവിന് വരുന്നത്. ഇവിടെ അമ്മായിച്ചനും അമ്മായിമ്മയ്ക്കും എന്നോട് നല്ല ഇഷ്ടമാണ്. 2 പേരും എന്നോട് സുഹൃത്തുക്കളെ പോലെയാണ് താനും. പിന്നെ അമ്മായിമ്മ ഇത്തിരി ഡോമിനേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മായിച്ചൻ കുറച്ച് അനുസരണയുള്ള ആളാണെന്നും അത് പിന്നെ വിവാഹ ജീവിതത്തിൽ ഒരാൾ അങ്ങനെ വേണം, ഒരാൾ വേറെ രീതിയിലുമായിരിക്കണം, എങ്കിലേ അത് സക്സസ് ആകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ വളരെ മോശമാണ്. കാര്യം എൻ്റെ അച്ഛൻ തികഞ്ഞൊരു മദ്യപാനിയാണ്. സത്യം പറഞ്ഞാൽ ഈ വിവാഹം നടന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. എനിക്ക് നേരത്തെ തന്നെ ഒരു 10 21 വയസ്സിലോ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിന് അനുകൂലമായ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ മാമൻ കുറച്ച് പണമൊക്കെ സമ്പാദിച്ച ശേഷമാണ് എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വളരെ ചുരുക്കമാണ്. എന്നാലും എൻ്റെ അമ്മയുടെ അവസ്ഥ അറിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ പണം തരാറുണ്ട്. അത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാറുള്ളത് കൊണ്ട് അമ്മ സുഖകരമായി ഒരു വശത്തോടെ ജീവിച്ചു പോന്നു. എന്നാലും കുടിച്ചിട്ട് വന്ന് വഴക്കും വക്കാണോ വീട്ടിലുണ്ട്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്. ആ ബ്രദർ ഇവിടെ ഇല്ല, അവൻ പുറത്താണ്. പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കുകയാണ്. അവനൊരു വരുമാനമായി കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കൂടുതൽ മാറും. പക്ഷേ എന്നാലും എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അമ്മ ഇങ്ങോട്ട് വന്നെന്നെ കാണും, അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനേക്കാൾ 2 വയസ്സിന് മൂത്തതാണ് എൻ്റെ അമ്മായിച്ചൻ. പക്ഷേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മകനാണെന്ന് പറയും. അത്രയ്ക്ക് ചുള്ളനാണ്. അമ്മായിമ്മയാണെങ്കിൽ അതിനേക്കാൾ ചെറുപ്പം. 2 പേരും എനിക്ക് പറ്റിയ സുഹൃത്തുക്കളെ പോലെ തോന്നി. നല്ല രീതിയിൽ ഒരു വർഷം മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിശേഷമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചനും അമ്മായും തമ്മിൽ വലിയ വഴക്കും ഒച്ചപ്പാടുമൊക്കെ. എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആൻസർ അമ്മായിച്ചൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അമ്മായിമ്മയുടെ ഏതോ ഒരു വീഡിയോ, അതും 10 23 വയസ്സുള്ള ഒരു പയ്യനുമായിട്ടുള്ളത് അമ്മായിച്ചൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു കൊടുത്തു. അതും ഏതോ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലിൽ നിന്നും. അമ്മായിമ്മയുടെ മുഖം വ്യക്തമല്ലെങ്കിലും സംഭാഷണങ്ങളൊക്കെ അമ്മായിമ്മ തന്നെയാണ് പറയുന്നതെന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണെന്നാണ് അമ്മായിച്ചൻ പറഞ്ഞത്. അമ്മായിമ്മ എന്നെ കണ്ടതും ഓടി വന്ന് എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു. മോളെ, അത് ഞാനൊന്നുമല്ല, ഇങ്ങേർക്ക് വട്ടാണ്, പൊസസീവ്നെസ് കൊണ്ട് വട്ട് പിടിച്ചതാണ്. എനിക്കെവിടുന്ന 23കാരൻ പയ്യൻ, എനിക്ക് ഈ പയ്യനെ അറിയുകയില്ല. ഞാൻ പറഞ്ഞു, എവിടെ ആ വീഡിയോ ഒന്ന് കാണട്ടെ എന്ന്. അപ്പോൾ അമ്മായിച്ചൻ വീഡിയോ കാണിച്ചു. അതിൽ അമ്മായിമ്മ തന്നെയാണ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവനോട് എന്തൊക്കെയോ പറയുന്നു. ഈ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല, അമ്മായിച്ചൻ കണ്ടിട്ടില്ല. അമ്മായിമ്മ പറഞ്ഞത് അമ്മായിമ്മയും കണ്ടിട്ടില്ല. ഷെടാ, ഇതാരാണ്? സംസാരിക്കുന്ന ചെക്കൻ്റെ വീഡിയോയിലെ കറക്റ്റ് മുഖമടക്കം ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ സ്ത്രീയുടെ വീഡിയോ മുഖമില്ല, ബാക്കി എല്ലാമുണ്ട്. കാല് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയാണോയെന്ന് എനിക്കൊരു സംശയം തോന്നി. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. ഈ വഴക്കിനിടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇത് ചിലപ്പോൾ ഫേക്ക് വീഡിയോ ആയിരിക്കുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഫേക്ക് വീഡിയോ അല്ലെന്ന് എനിക്കറിയാമല്ലോ, ഞാനല്ലേ അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഇതങ്ങനെ വല്ലതും നിർമ്മിച്ച വീഡിയോ ആയിരിക്കും, എനിക്കൊന്നും അറിയില്ലടി. ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ആകെ കൂടി അമ്പലത്തിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ വല്ല തുണിക്കടയിലോ മറ്റുമേ പോകുന്നുള്ളൂ. അല്ലാതെ ഞാനിവിടെ പോകാനാണ്, എങ്ങനെ വീഡിയോ എടുക്കാനാണ്? അച്ഛാ, ചിലപ്പോൾ തോന്നുന്നതാകാം. ഇപ്പോൾ അമ്മയുടെ ശബ്ദമായി സാമ്യമുള്ള വല്ല സ്ത്രീകളുമായിരിക്കാം. അച്ഛനൊന്ന് അടങ്ങ്. പിന്നെ ഈ ചെക്കൻ ആരാണെന്ന് കണ്ടുപിടിക്കരുതോ? ഈ ചെക്കൻ ആരാണെന്ന് അയച്ചു തന്ന ആൾക്ക് അറിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അവന് അറിയില്ല ഇതാരാണെന്ന്, പക്ഷേ ഇവൾക്കറിയാവുന്ന ഏതോ ഒരു ചെക്കനാണെന്ന്. അപ്പോഴേക്കും അമ്മായിമ്മ കരയാൻ തുടങ്ങി. എനിക്കറിയില്ല, എനിക്കൊരു ചെക്കന്മാരെ അറിയില്ല. ഇവർ പറഞ്ഞത് സത്യമാണോ അതോ കള്ളാണോ? ഒന്നും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. പഠിച്ച കള്ളിയാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ അമ്മാച്ചനോട് പറഞ്ഞു, ഈ ചെക്കനെ പറ്റി ഒന്ന് അന്വേഷിക്കുക, അവൻ്റെ മുഖമൊക്കെ ഉണ്ടല്ലോ, ആ മുഖം മാത്രം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത്
10 പേരോട് ഒന്ന് അന്വേഷിക്കൂ. ഇനി അതല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് എടുത്തെങ്കിൽ ആ ചെക്കൻ്റെ പ്രൊഫൈൽ കാണുമല്ലോ, അതെങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു, അതൊക്കെ ഫേക്ക് പ്രൊഫൈലാണ് മോളെ, അതിൽ വന്ന വീഡിയോ ആണെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ ചെക്കനെ കണ്ടുപിടിക്കാം, അച്ഛനൊന്ന് ട്രൈ ചെയ്യൂ. അച്ഛൻ്റെ ഗ്രൂപ്പൊക്കെ ഇല്ലേ, ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ചോദിക്കേ, ഇതാ കാണുന്നൊന്നും പറയണ്ട, ഈ ചെക്കൻ ആരാണെന്ന് കണ്ടുപിടിക്കച്ച, ബാക്കി പിന്നീടല്ലേന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കണ്ടുപിടിക്കാം മോളെ, അത് കഴിഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മായിമ്മ അപ്പോൾ അമ്മായച്ചനെ ശപിച്ച് നിൽക്കുകയാണ്. ചുമ്മാ ഇങ്ങർക്ക് സംശയരോഗം, നീയാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് മോളെ എന്നോട് ചോദിച്ചു. അതല്ലമ്മേ, ഈ ചക്കരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവനോട് ചോദിക്കാം നിൻ്റെ കൂടെ ഉള്ളത് ആരായിരുന്നു. അപ്പോൾ അമ്മയല്ലെന്ന് പറയാമെങ്കിൽ അച്ഛന് സമാധാനമാകല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ചോദിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇവരല്ലായിരിക്കും ആ വീഡിയോയിലുള്ളതെന്ന് എനിക്കും തോന്നി. അത്ര കോൺഫിഡൻസോടുകൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു തെറ്റും കാണില്ല. അങ്ങനെ 2-3 ആഴ്ച പോയി. അമ്മായച്ചനും അമ്മായിമ്മയും തമ്മിൽ ഇപ്പോൾ കീരിയും പാമ്പും പോലെയാണ്. രണ്ടുപേരും മിണ്ടാറയില്ല. രണ്ടുപേരും എന്നോട് പറയും. അവർക്കിടയിലെ ഒരു കണക്ഷൻ ഞാനാണ്. ഹസ്ബൻഡിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒന്ന് ക്ഷമിക്ക്, അത് അമ്മയൊന്നും ആകില്ല, എന്തോ തെറ്റിദ്ധാരണയാണ്. അച്ഛൻ ഒന്ന് അടങ്ങട്ടെ, പുള്ളിക്കല്ലെങ്കിലും എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതൊക്കെയാണെന്ന് വിചാരിച്ചു. പക്ഷേ 1 മാസമാകാറായപ്പോഴേക്കും അച്ഛൻ ഒരു ദിവസം വൈകിട്ട് ഒരു പയ്യനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കണ്ടു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ആ വീഡിയോയിലുള്ള പയ്യനാണ്. കൊള്ളാം, നല്ല ഗ്ലാമറുള്ളൊരു പയ്യൻ. അമ്മായിമ്മയുടെ ചോയ്സ് കൊള്ളാലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതിൻ്റെ കുറ്റമാണ്. അമ്മായിമ്മയ്ക്ക് അങ്ങനെ കണക്ഷനൊന്നും കാണില്ല. പിന്നെ ഇത്രയും നല്ലൊരു പയ്യൻ എന്തിനാണ് ഈ സ്ത്രീയെ മോഹിക്കുന്നത്? അവന് സുന്ദരിയാണ്, എന്നാലും ഈ പയ്യൻ എന്തായാലും അമ്മായിമ്മയുമായിട്ട് യാതൊരു കണക്ഷനും കാണില്ല. അതൊക്കെ ഇന്നോടുകൂടി തീരും എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തു. അമ്മായിച്ചൻ വന്ന് സ്വീകരണമുറിയിരുന്നു. ചെക്കനുമുണ്ട്. ചെക്കൻ ആ കൂടി പരിഭ്രമിച്ച രീതിയിലായിരുന്നു. അമ്മായിമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയും വന്നു. ഞാനും ചെന്നു. അമ്മായിമ്മ തല കുറിച്ച് നിൽക്കുകയാണ്. എന്താച്ചാ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ പറഞ്ഞു, ഇവനെ ഞാൻ കണ്ടുപിടിച്ചു. ആ വീഡിയോയിലുള്ളത് ഇത്രയും ദിവസം ശീലാവതി ചമഞ്ഞ് കരഞ്ഞ നിൻ്റെ അമ്മായിമ്മ തന്നെയാണ്, എൻ്റെ കള്ളി ഭാര്യ. അത് എന്താണെന്ന് അവൻ പറയുന്നു പറഞ്ഞു. ഞാൻ ആ ചെക്കനോട് ചോദിച്ചു, ഉള്ളതാണോ മോനെ, അമ്മയാണോ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അതെ ചേച്ചി, എനിക്ക് അറിയാതെ പറ്റിയതല്ല. ഞാൻ ആദ്യമേ ഈ ആൻറ്റിയോട് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെയുള്ള വീഡിയോ എടുത്തിടും, പക്ഷേ അതിനകത്ത് മുഖം കാണില്ല. ഈ സോഷ്യൽ മീഡിയയിലെ ചില പ്രൊഫൈലുകളിലൊക്കെ ഒന്ന് പ്രശസ്തി വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. എന്നാലും നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? ഈ അമ്മ എപ്പോൾ ഇറങ്ങി വന്നു? ഇതൊക്കെ അത്ഭുതമായിരിക്കുന്നല്ലോ. അപ്പോഴേക്ക് അമ്മായിച്ച് ചോദിച്ചു, എടാ നീ നല്ല ചോര നീരമുള്ളൊരു ചെറുപ്പക്കാരൻ, നിനക്ക് ഇത്ര പ്രായമായ പുരാവസ്തുക്കളെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയല്ല അങ്ങളെ സംഭവിച്ചത്. ശരിക്കും ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. എപ്പോഴും ജിമ്മിൽ പോകുന്നതും പറ്റും. അങ്ങനെ ഉള്ള ഫോട്ടോയ്ക്കിടയിൽ വന്നിട്ട് കമൻ്റ് ഇട്ടതും എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചതും ഈ ആൻറ്റിയാണ്. സോഷ്യൽ മീഡിയയിലെ വീഡിയോസൊക്കെ കുത്തിയിരുന്ന് കാണുന്ന ടൈപ്പാണ് അമ്മായിമ്മ. പിന്നെ എല്ലാ വർഷവും പുതിയ ഫോൺ വേണം, അങ്ങനെ ഒരു ടൈപ്പുമാണ് മകൻ. അതിനെല്ലാം താളം തുള്ളും. അമ്മായിച്ചൻ അത്രയ്ക്ക് മൊബൈൽ ഫ്രീക്കല്ല, എന്തിന് ഞാൻ പോലും അല്ല. അമ്മയ്ക്ക് ഫോണിലെ വീഡിയോ കാണുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ഇത്തിരി ഓവറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരാളെപ്പോലും വിളിക്കുന്നതും കണ്ടിട്ടില്ല, ചാറ്റ് ചെയ്യുന്നതും ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ആരെങ്കിലും വിളിച്ചതല്ലേ ഉള്ളൂ നമ്മൾ സംശയിക്കുക. കഥകൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ചിക്കൻ്റെ വീഡിയോസൊക്കെ അമ്മ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അങ്ങനെ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, നീ ഷർട്ടില്ലാതെ ജിമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് എനിക്ക് പ്രത്യേകമായിട്ട് അയച്ചു തരണം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇങ്ങനെ ഒരാളുടെ കൂടെ സൗഹൃദം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ തന്നെയാണ് തുരുതുരാ മെസ്സേജ് ആ ചെക്കൻ അയച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് 100 കണക്കിന് മെസ്സേജുകൾ അവൻ്റെ ഇൻബോക്സിൽ ചെല്ലാറുണ്ട്. പക്ഷേ എല്ലാം ഒന്നും അവൻ സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അമ്മ കടന്ന കൈയുള്ള മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. എനിക്കിതിനെ കണ്ടേ പറ്റുകയുള്ളൂ, നിനക്കെന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ച് അമ്മായിമ്മ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് വീഡിയോ കോൾ വിളിച്ചെന്ന്. അങ്ങനെ പുള്ളിക്കാർ തന്നെ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ചെക്കൻ കാണാമെന്ന് മീറ്റ് ചെയ്തത്.
അവൻ ആരെങ്കിലും മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നിറവേറ്റുന്ന ആൾക്കാരെ മാത്രമേ അവൻ കാണുകയുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പയ്യനെ കാണുക എന്നുള്ളതാണ് അമ്മായിമ്മയുടെ ഏറ്റവും വലിയ എയിം. അങ്ങനെ ആ ചെക്കൻ പറഞ്ഞ നിബന്ധനകളെല്ലാം അമ്മായിമ്മ അനുസരിച്ചു. എന്നിട്ട് ഇവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും അവനോട് തന്നെ പറഞ്ഞു, നീ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യേ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അമ്പലത്തിലാണെന്നും സൂപ്പർ മാർക്കറ്റിലാണെന്നും ഒക്കെ പറഞ്ഞിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ അവിടെ ചിലവഴിച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെ 3-4 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്കൊരു കോൺഫിഡൻസ് ആയി. അതേപോലെ അവനും കോൺഫിഡൻസ് ആയി. പിന്നെ ഈ ചെക്കൻ വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരം വീഡിയോകൾ, അതായത് അത്ര ശരിയില്ലാത്ത വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റോ 30 സെക്കൻഡോ ഉള്ളൊരു വീഡിയോ ഇടും. അതിൻ്റെ ബാക്കി വേണമെന്നുള്ളവർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അത്രേ. ആ രീതിയിലാണ് ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ സെറ്റപ്പ്. അങ്ങനെയുള്ള 1 മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രൊമോ വീഡിയോ പോലെയുള്ള വീഡിയോയാണ് എൻ്റെ അമ്മായച്ചൻ്റെ സുഹൃത്തിന് കിട്ടിയത്. അങ്ങേർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു. അങ്ങേർക്ക് അമ്മായമ്മയെ നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെയാണ് അമ്മായച്ചന് അയച്ചു കൊടുത്തത്. ഇതിൻ്റെയൊക്കെ പുറകെ സ്ഥിരമായി നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പെട്ടെന്ന് മുന്നിൽ വരികയുള്ളൂ. കാര്യം എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലത്. എന്തായാലും ചെക്കൻ മണിമണിയായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും കാണിക്കാറുണ്ട്. ഇതിനിടയ്ക്ക് അവൻ പറഞ്ഞതാണ് അമ്മായിമ്മയോട്, ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്, ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇടുകയും ചെയ്യുമെന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, മുഖമില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ബാക്കി എന്താണെങ്കിലും നിൻ്റെ ഇഷ്ടം പോലെന്ന്. അങ്ങനെ അമ്മായിമ്മ പറഞ്ഞിട്ട് തന്നെയാണ് അവൻ വീഡിയോ ചിത്രീകരിച്ചത്. അത് ഇങ്ങനൊരു പൊല്ലാപ്പാകുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും അവൻ വിചാരിച്ചില്ല. ഇതെല്ലാം അമ്മായച്ചൻ പെട്ടെന്ന് നടത്തിയെടുത്തു. അച്ഛനെക്കുറിച്ച് എനിക്കൊരു അഭിമാനം തോന്നി. സാധാരണ അമ്മ പറഞ്ഞത് കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി പോകുന്നൊരു മനുഷ്യനാണ്. അവസരം വന്നപ്പോൾ കത്തിജ്വലിച്ചു. കൊള്ളാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അമ്മായിയമ്മ അത്രയും നേരം തല കുലിച്ചു നിൽക്കുകയായിരുന്നു. ചെക്കൻ ഇത് തുറന്ന് സമ്മതിച്ചു. അമ്മായിമ്മ വിചാരിച്ചത് ഒരിക്കലും സമ്മതിക്കില്ലെന്നാണ്. അതോടുകൂടി അമ്മായിമ്മയുടെ ഭാവം മാറി. ഇതിനെല്ലാം കാരണം എൻ്റെ ഭർത്താവിൻ്റെ കഴിവുകേടാണ്. പ്രായമായെന്ന് വെച്ചിട്ട് മനുഷ്യരുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറി നടക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ അമ്മായച്ചനുമായി ഷൗട്ട് ചെയ്തു. അവർ രണ്ടുപേരും കൂടി അടുത്ത വഴക്ക് തുടങ്ങി. ഇപ്പോൾ ഇതിൽ ഏറ്റവും പെട്ടിരിക്കുന്നത് ആ ചെക്കനാണ്. എന്തായാലും ഈ വഴക്കിനിടയ്ക്ക് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് യഥാർത്ഥ കാര്യം പറഞ്ഞു, നിങ്ങളുടെ അമ്മയാണ് തെറ്റുകാരിയെന്ന്. അതോടുകൂടി ഭർത്താവിന് യാതൊരു വാക്കുമില്ലാതായി. എന്നോട് ഇത്രയും പറഞ്ഞു, എടി എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് നാട്ടുകാരറിയാതെ എല്ലാത്തിനെയും ഒഴിപ്പിച്ചു വിട, നീ എന്തെങ്കിലും കാണിക്കേ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വന്ന് പറഞ്ഞു, ദയവേത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി എല്ലാവരെയും അറിയിച്ച് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ 2 പേരും കേട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടൻ വഴക്കം. ഞാൻ അതിനിടയ്ക്ക് ആ ചെക്കനോട് പറഞ്ഞു, നീ പോയിക്കോ മോനെ, ഇനി എൻ്റെ അമ്മായിയുമായിട്ട് നിനക്ക് യാതൊരു കണക്ഷനും പാടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ചെക്കൻ തലയാട്ടിക്കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അമ്മായിച്ച പറഞ്ഞു, വിടല്ല അവനെന്ന്. ഞാൻ പറഞ്ഞു, ആ ചെക്കനെ ഇവിടെ ഇരുന്നിട്ട് എന്തോ ചെയ്യാനാണ്? അവൻ 2 അടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവനെ ദ്രോഹിക്കുകയോ ചെയ്തിട്ട് അച്ഛനെ എന്ത് തിരിച്ചു കിട്ടാനാണ്? 10 പേര് ഇത്രയും കാലം അറിഞ്ഞ കാര്യം 10,000 പേര് അറിയും എന്നുള്ള നിലയിലാകും. അതുകൊണ്ട് വഴക്ക് നിർത്താൻ പറഞ്ഞു. എന്തായാലും ആ ചെക്കൻ അപ്പോഴേ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞാച്ചാ ഇനി ആ ചെക്കന് പുറകെ പോകരുത്. പിന്നെ അമ്മ ഇത് നിർത്തണം, അതായിരിക്കും അമ്മയ്ക്ക് നല്ലത്. ആ ചെക്കൻ്റെ പുറകെ ഇനി പോകരുത്. അമ്മയുടെ മകനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മകൻ ശരിക്കും ബോധം കെട്ട അവസ്ഥയിലാണ്. അമ്മ ഇങ്ങനെ കാണിക്കുമെന്ന് പുള്ളി ഒട്ടും വിചാരിച്ചില്ല. അമ്മയ്ക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ പറഞ്ഞ് അമ്മ ഞാൻ കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പറഞ്ഞു, എടി നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇത് നടന്നതെന്ന്. എൻ്റെ ഭർത്താവ് നല്ല ഉശിരുള്ള ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും എനിക്കിങ്ങനെ ഒരാളുടെ സഹായം ആവശ്യപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞു. 2 പേരും കൂടി അടുത്ത വഴക്കിന് തുടങ്ങുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ശരി നിർത്തിക്കോ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മകനിനി ഈ വീട്ടിലേക്ക് വരില്ലെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് ചുമ്മാ പറഞ്ഞു. അതോടുകൂടി 2 പേരും ഒന്ന് നിശബ്ദമായി. അപ്പോൾ ഞാൻ അമ്മായിച്ചനോട് പറഞ്ഞു, അച്ഛാ, സ്ത്രീകൾ അധപതിക്കുന്നതിൽ പുരുഷന്മാർക്കും ഒരു പങ്കുണ്ട്. സ്വന്തം ഭാര്യയെ നല്ല രീതിയിൽ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏതൊരു പ്രായത്തിലും ഭർത്താവിൻ്റെ കടമയാണ്. ഇതിപ്പോൾ എൻ്റെ ഭർത്താവിൽ നിന്നാണെങ്കിലും ഒരു സ്നേഹവും ലാളനയും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനും ചിലപ്പോൾ വഴിതെറ്റിപ്പോയേക്കാം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
പണ്ടത്തെ ലോകമല്ലിത്. അച്ഛൻ സ്വന്തം ദാമ്പത്യ ബന്ധത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇണക്കുരുകളെ പോലെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രയ്ക്ക് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ എന്നോട് പറഞ്ഞു, ഒരു 5 വർഷം മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു മോളെ. ഞങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നിന്നോടെനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ഇവൾക്ക് പല വിചിത്രമായ പെരുമാറ്റങ്ങളും ഉണ്ടായ ശേഷമാണ് ഞാൻ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറിയത്. എന്താ അച്ഛാ, എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറയുകയാണ്, കൊച്ചു പെണ്ണിന് മുന്നിൽ വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുതെന്ന്. അപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, അത് അവളും കണ്ടതല്ലേ നിന്റെ ഗുണം. അവളോട് പറഞ്ഞ് ഇപ്പം തന്നെ അവൾ മോനോട് വിളിച്ച് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇതിലും വലിയ രഹസ്യം എന്താ അമ്മേ? ഇപ്പോൾ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവ് അറിഞ്ഞില്ലേ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മായിമ്മ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് എന്നോട് അമ്മായിച്ചൻ പറഞ്ഞത്, മോളെ ഇവള് പെട്ടെന്നൊരു ദിവസം അങ്ങ് മാറി. ഞാനിവളെ സ്നേഹത്തോടുകൂടി സമീപിച്ചു കഴിഞ്ഞാലില്ലേ, ഇവൾ എന്നെ ഉടനെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലേക്കായി. അതായത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും അടുത്ത് പെരുമാറുമ്പോഴേക്കും എന്നെ വേദനിപ്പിച്ച് രസിക്കുക എന്നുള്ളതാണ് ഇവളുടെ പ്രധാന രസം. ആദ്യമൊക്കെ ഞാൻ അതത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പിന്നെ പിന്നെ ഞാൻ എപ്പോൾ ഇവിടെ അടുത്തിയതെന്ന് പറഞ്ഞാലും ഇവൾ ഉടനെ എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ വേദനയിൽ കൂടി രസം കട്ടുന്ന ഒരു രീതിയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. സാധാരണയായിട്ടിരിക്കുമ്പോൾ അവൾക്ക് പ്രശ്നമില്ല. സ്നേഹത്തോടു കൂടി എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനം എനിക്ക് പ്രശ്നമാകും. കാര്യം ഇവൾ വേദനിപ്പിക്കാൻ തുടങ്ങും. ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണെന്ന്. അപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. ഇങ്ങനെയാകുമ്പോൾ അവൾക്ക് വലിയൊരു ഉന്മാദം കിട്ടും എന്നാണ് എന്നോട് പറഞ്ഞത്. പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അതോടുകൂടി ഞാൻ ഒഴിഞ്ഞു മാറി. ഇവളുടെ ചവിട്ടും തൊഴിയും കടിയും അടിയും ഒന്നും സഹിക്കാൻ എനിക്ക് വയ്യ മോളെ. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവളൊരു സൈക്കോ ആണ് എന്ന് അമ്മായിച്ചൻ പറഞ്ഞു. വീഡിയോ കണ്ട് രസം പിടിച്ച് അമ്മായിമ്മയുടെ മനസ്സ് മാറിയത് എനിക്ക് മനസ്സിലായി. അമ്മ എന്നാലും എന്തിനാ അച്ഛനോട് ഇങ്ങനെ പെരുമാറാൻ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, എടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ കൂട്ടു നിൽക്കാനോ പറഞ്ഞു. അങ്ങർക്ക് താല്പര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷൻ ആമ്പിള്ളേർക്കില്ലേ, ആൻറ്റിമാർ എന്ത് പറഞ്ഞാലും കേൾക്കാനും അനുസരിക്കാനും തയ്യാറാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയ ചെക്കനില്ലേ, അവനാണെങ്കിൽ ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കും അവനും കൂടി ഒരു കണക്ഷൻ ഉണ്ടായത്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള വഴി ഞാൻ തേടിപ്പോകും. നിൻ്റെ അമ്മാച്ചിന് വയ്യെങ്കിൽ അങ്ങനെ വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക, അല്ലാതെ എൻ്റെ പുറകെ വന്ന് എന്നെ നാണം കെടുത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വരരുത് എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ അങ്ങ് പോയി. അച്ഛൻ മച്ചിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ലച്ചാ, ഞാൻ വന്നപ്പോൾ മുതൽ നിങ്ങൾ രണ്ടുപേരും നന്നായി സംസാരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മയച്ചൻ പറഞ്ഞു, എടി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സമയത്ത് പ്രശ്നമില്ല, ഈ സമയത്ത് മാത്രമാണ് പ്രശ്നം. ഒരു സമയമായപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായി. മോളെ, ആണും പെണ്ണും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ സ്നേഹിക്കുന്നത് എന്തിനാ? ഇതേപോലെ വേദന അനുഭവിക്കാനാണോ? അത് രസകരമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫീലിങ്സ് തരേണ്ട ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ പറഞ്ഞു, ഇനി അമ്മയുടെ പുറകെ നടക്കണ്ട. അമ്മയുടെ പാട്ടിനെ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ. അവരുടെ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്നതിൻ്റെ അത്ര നാണക്കേട് നമുക്കില്ലല്ലോ. എന്തെങ്കിലും കാണിക്കട്ടെ അച്ഛാ. അച്ഛൻ പുറകെ പോകണ്ട. അവനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോടും ഇതൊക്കെ വിളിച്ചു പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, കേട്ടിട്ട് തലവേദനിക്കുന്നു. അപ്പോൾ പുള്ളിയോട് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സംഭവത്തിന് ശേഷം അമ്മായിമ്മ ഞങ്ങളോട് രണ്ടുപേരോടും മിണ്ടാറില്ല. പുള്ളിക്കാരി ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിപ്പോകും, വൈകിട്ട് വരും. ഇതൊന്നും ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം പറയും, ഇല്ലെങ്കിൽ ഉത്തരം പറയില്ല. എന്തായാലും വഴക്ക് വെക്കണമൊന്നുമില്ല. ഇവർക്ക് കൂടി എന്തോ ഇനം പ്രശ്നമാണെന്ന് എനിക്കും തോന്നി. ഞാനും ഒരു വശത്ത് സൈലൻ്റായി. പക്ഷേ അമ്മായിച്ചിനെ ഓർത്ത് എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. നല്ല സൗന്ദര്യമുള്ള, ആണത്തമുള്ള, ചോരയും നീരുമുള്ളൊരു മനുഷ്യൻ എത്ര വർഷമാണ് വെറുതെ ഇങ്ങനെ പോയത്? അച്ഛൻ്റെ ജീവിതം വല്ലാത്തൊരു ട്രാജഡിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അച്ഛനെ കൂടുതൽ കൺസിഡർ ചെയ്യാനും കൂടുതൽ നേരം സംസാരിക്കാനും അതേപോലെ ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും തുടങ്ങി. ചിലപ്പോഴൊക്കെ അമ്മായിയമ്മ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാനും അമ്മായിച്ചനും കൂടെ എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരിക്കും. ആ സമയത്ത് അമ്മായിയമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല.
മുഖം കൂട്ടി അകത്തേക്ക് പോകും. ഒരു ദിവസം കയറി വന്ന അമ്മായിമ്മ ഞങ്ങളെ കണ്ടിട്ട് പറയുകയാണ്, കൊള്ളാം, ഭർത്താവിനെ കൊണ്ട് പറ്റാത്തത് അമ്മായിപ്പനെ കൊണ്ട് പറ്റും എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന്. 2 വർഷമായില്ലേ, പ്രത്യേകിച്ച് ഒരു വിശേഷമില്ലല്ലോ. 3 മാസം കൂടിയിരിക്കുമ്പോൾ എൻ്റെ മോൻ വരും. എന്നിട്ടെന്താ, പ്രത്യേകിച്ച് ഒരു നല്ല കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അമ്മായിച്ചിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് നല്ലൊരു സമ്മാനം കിട്ടും എന്ന് അമ്മായിമ്മ പറഞ്ഞു. അവരുദ്ദേശിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് മനസ്സിലായി. അമ്മായിച്ചൻ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞു, ആണെങ്കിൽ അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് ഗുണമില്ലാത്ത കാര്യമല്ലേ, അതുകൊണ്ട് അമ്മാമ്മയുടെ കാര്യം നോക്ക്. അച്ഛനോട് പറഞ്ഞു, എടി മോളെ, അവളോട് ഇങ്ങനൊന്നും പറയരുത്, അവൾ തെറ്റിദ്ധരിക്കുമെന്ന്. ഞാനിപ്പോൾ അമ്മാച്ചൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, തെറ്റിദ്ധരിക്കട്ടെ അച്ഛാ, ഇനിയിപ്പോൾ തെറ്റിദ്ധരിച്ചാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ഇവരുടെ വഴിക്ക് നടക്കുന്നു, നമ്മൾ നമ്മുടെ വഴിക്ക് വന്നു. പക്ഷേ അച്ഛൻ ആ സമയത്തും ഒന്നും മിണ്ടിയില്ല. പക്ഷേ എനിക്കപ്പോഴേക്കും അനുകമ്പയും ദയയും ആവേശവും എല്ലാം മനസ്സിൽ വന്നു. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മായിച്ചൻ എന്നുള്ള കൺസെപ്റ്റാണ് എൻ്റെ മുന്നിൽ വന്നത്. ഒരു ദിവസം അമ്മായിമ്മ രാവിലെ ഒരുങ്ങി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ മുറിക്കകത്ത് വെറുതെ കിടക്കുകയായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്താ മോളെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കവിടെ പറയാൻ ഒന്നുമില്ലായിരുന്നു. ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. വേണ്ടാന്ന് പുള്ളി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, വേണം, ഇതാണ് അനിവാര്യം. ഭ്രാന്തമായ ആവേശം എൻ്റെ മനസ്സിൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അമ്മായിമ്മയെ പോലെ ആ സമയത്ത് ഞാൻ സൈക്കോ ആയി പോയതാണെന്നും എനിക്കറിയില്ല. അമ്മായിച്ചൻ എതിർത്തെങ്കിലും അതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോയില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അമ്മായിമ്മ ദ്രോഹിച്ചതുപോലെ ഞാനൊരിക്കലും അദ്ദേഹത്തെ ദ്രോഹിക്കില്ല. ആണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട പരിഗണന ഞാൻ കൊടുക്കും. അറിഞ്ഞൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് കളവും ഞാൻ നിറയ്ക്കുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് തുടങ്ങിയ ആ ബന്ധം സുദൃഢമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. അമ്മായിമ്മയ്ക്ക് ഇതറിയാമെന്ന് തോന്നുന്നു. പക്ഷേ അവർ ഇപ്പോൾ മിക്കവാറും ഇവിടെ വരാറില്ല. അവരുടെ ജീവിതം കുത്തഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അപ്പമാണ് എന്നോട് ചോദിക്കും, നിൻ്റെ ജീവിതമോന്ന്. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സാറ്റിസ്ഫൈഡാണ്. ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനോട് എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല. ഇവിടെ അമ്മായിച്ചൻ എനിക്ക് ഫുൾ സപ്പോർട്ടായി കൂടുണ്ട്. ഞാൻ ചെയ്തത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെ ആക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഒരു ന്യായീകരണവുമില്ല. പിന്നെ എൻ്റെ സംഭവങ്ങൾ ഇതാണ് എന്ന് മാഡത്തെ എഴുതി അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് അമ്മായിമ്മയോടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കെന്തോ വിചിത്രമായ മോഹങ്ങളുണ്ടായിരുന്നു. അതിനെ പറ്റിയ ആളുകളെ തേടി അവർ പോകുന്നു. 2 പേർക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ പങ്കാളികൾക്കിടയിൽ എന്താ പ്രശ്നം? ഇവിടെയാണെങ്കിൽ അമ്മായിമ്മയ്ക്ക് അമ്മായിച്ചനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ല. അമ്മായിച്ചന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അവരുടെ പ്രവൃത്തികളിൽ. ഇവിടെ ഇപ്പോൾ അമ്മായിമ്മ പോകുന്നിടത്ത് അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഓക്കെ ആകാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും സജീവമായിട്ടും എൻ്റെ ജീവിതത്തിൽ 2 അറ്റത്തും 2 പേരുണ്ടെങ്കിലും ഒരു വിശേഷമുണ്ടാകുന്നില്ല. എവിടുന്ന് വിശേഷങ്ങൾ ഉണ്ടായാലും എനിക്ക് ഓക്കെയാണ്. ഇത് എൻ്റെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ എന്നറിയില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഥയിൽ ഈ പറഞ്ഞതുപോലെ അനുകൂലത്താണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭർത്താവിനോട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ 2 പേരും കൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകാം. അപ്പോൾ ഭർത്താവിനെയും പരിശോധിക്കും, നിങ്ങളെയും പരിശോധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കുഴപ്പമെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇനി ഭർത്താവിന് കുഴപ്പമാണെങ്കിൽ അതും മനസ്സിലാകും. 2.5 വർഷമായില്ലേ, അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങുക. ഹസ്ബൻഡും നിങ്ങളും കൂടെ പോയി പരിശോധിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് കുഴപ്പം, എങ്ങനെയാണ് കുഴപ്പം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുക.